ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പന്നീർ മസാലയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ്. അതിനുവേണ്ടി നമ്മളൊരു 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നതിന് ശേഷം നമ്മളതിലേക്ക് ഉള്ളിയാണ്, നീളത്തിൽ അരിഞ്ഞ ഉള്ളി ഒന്ന് മുഴുവനായിട്ടുള്ളത് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരുപാടൊന്നും വഴറ്റണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നാൽ മതി. ഇപ്പോൾ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് വണങ്ങി വരട്ടെ. വണങ്ങി വന്നതിന് ശേഷം പിന്നെ നമുക്ക് ഇതെല്ലാം നമ്മളൊന്ന് അരച്ചെടുക്കാനാണ്. കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് നമ്മൾ അരച്ചെടുക്കും. നമ്മുടെ ഗ്രേവിക്ക് ഒരു തിക്നെസ് കളിക്കാനായിട്ടാണ്. നമ്മൾ ഏകദേശം നമ്മുടെ ഒരു പന്നീർ ബട്ടർ മസാല വയ്ക്കുന്ന ആ ഒരു രീതി പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ ഉള്ളി വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്കിനി ഇതിലേക്ക് തക്കാളിയാണ്, ഒരു 2 തക്കാളി, ഒരുവിധം വലിയ തക്കാളിയാണ്. അപ്പോൾ 2 തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് തക്കാളി ഉടഞ്ഞ് വരണമെന്നില്ല, ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നാൽ മതി. അപ്പോൾ ആ ചൂട് വിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടഞ്ഞു കടിക്കുന്ന രീതിക്ക് മാത്രം വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇപ്പോൾ ഏകദേശമൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഞാൻ കാഷ്നട്ട് മുമ്പേ തന്നെ ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എത്ര കറിക്ക് വേണ്ടത് അതുപോലെ ഇട്ട് കൊടുക്കാം. കാഷ്നട്ട് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇടുന്ന സമയത്ത് നമുക്കൊരു തിക്നെസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്, അതൊരു വെറൈറ്റി ടേസ്റ്റും ആയിട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് ഇട്ടതിന് ശേഷം ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂടി നേരത്തിട്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഒക്കെ ഓഫാക്കി കഴിഞ്ഞു. നമ്മൾ തക്കാളി ഇടുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചൂടാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമ്മളിത് അടിച്ചെടുക്കേണ്ടത്. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അത് അടിച്ചതിന് ശേഷം നമുക്ക് പിന്നെ കറി വയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു 2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാനിപ്പോൾ പന്നീർ വന്നിട്ട് ഒരു ത്രികോണത്തിലുള്ള ആ ഒരു രീതിക്കാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പന്നീരെല്ലാം ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കണം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പന്നീരിലേക്ക് ഒന്നുകൂടി പെട്ടെന്ന് നമുക്കൊരു എരിവും ഉപ്പൊക്കെ ഒന്ന് പിടിച്ചു കിട്ടാനായിട്ടാണ് നമ്മൾ ഈ സമയത്ത് ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് ഒരു പിഞ്ച് ചെറുതായിട്ട് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് മുകളിലേക്ക് അങ്ങനെ വിതറി കിട്ടാൻ മതി. പിന്നെ അതുപോലെ ഉപ്പും ആവശ്യത്തിന് കുറച്ചങ്ങനെ മുകളിലേക്കായിട്ട് തിരികെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം പിന്നെ നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് കണ്ടില്ല, ഉടയാത്ത രീതിക്ക് നന്നായിട്ട് പതുക്കെ അങ്ങോട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. നമ്മുടെ ഉപ്പും മുളകൊക്കെ നന്നായിട്ട് നമ്മുടെ പന്നീരിലേക്ക് പിടിച്ചു കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചൂടാക്കി എടുത്തത് കേട്ടോ. ഇപ്പം എൻ്റെ വീട്ടിലെന്ന് പറയുന്ന സമയത്ത് പന്നീർ കൊണ്ടുള്ള ഏതൊരു റെസിപ്പി ആണെങ്കിലും എപ്പോഴാണ് പന്നീർ കാലിയായെന്ന് ചോദിക്കണം കേട്ടോ. അത്രയും ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ് ഈ നമ്മുടെ പന്നീർ കൊണ്ടുള്ള മസാല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പന്നീർ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതേ പാത്രത്തിൽ തന്നെയാണ് വീണ്ടും 1 ടീസ്പൂൺ ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ എണ്ണയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ബട്ടർ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണ മാത്രം ചേർത്തെടുക്കാം. പിന്നെ നമ്മളൊരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഇഞ്ചി ചെറിയ കഷ്ണം അത് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു വലിയ സൈസിലേക്കുള്ള ഉള്ളി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു മിക്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ചെറിയ കഷ്ണം. അപ്പോൾ നമുക്ക് ഇത് വന്നിട്ട് ഒരുപാട് നമുക്ക് ആ പേസ്റ്റിൻ്റെ ഒരു മണമൊന്നും നമുക്ക് കിട്ടില്ല. കറക്റ്റ് നമ്മുടെ കറിക്ക് വേണ്ട ആ നോർമൽ ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഇങ്ങനെ അറുത്തിടുന്നതും ആ പേസ്റ്റ് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾക്ക് കഷ്ണങ്ങളാക്കി ഇടുന്നത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ 1 ടീസ്പൂൺ പേസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ 2 വെറൈറ്റി സ്റ്റെപ്പായിട്ട് നമ്മളിങ്ങനെ ചേർക്കുമ്പോൾ അതൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പേസ്റ്റ് നമ്മുടെ ഉള്ളിൽ നമ്മളെ ഏകദേശം കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു രീതിക്ക് മാത്രം വഴറ്റി വന്നാൽ മതി. ഇപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പേസ്റ്റ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരുപാടൊന്നും നമ്മുടെ തക്കാളിയും ഉള്ളിയൊന്നും ഒരുപാട് നേരം വഴറ്റണമെന്നില്ലെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വെള്ളം ഒഴിക്കാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പിന്നെ ചെറിയ ചൂടുള്ള വെള്ളം നമ്മൾ ജാറിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും നമുക്ക് കറിക്ക് എത്ര വെള്ളം വേണ്ടത് അപ്പോൾ അതിനാവശ്യാനുസരണം പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുവിധം തിക്കായിട്ടുള്ള ഗ്രേവി വയ്ക്കുന്ന സമയത്താണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനിയിപ്പോൾ അതിലേക്ക് വേറെതായിട്ട് നമ്മൾ തൈര് ചേർക്കുന്നുണ്ട്. അതായത് നമ്മൾ തൈര് വന്നിട്ട് നമ്മുടെ തക്കാളി വന്നിട്ട് ഞാൻ 2 വലിയ സൈസിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരു 1/4 കപ്പ് തൈരും കൂടി ചേർക്കുന്ന സമയത്ത്
പുളിപ്പ് വന്നിട്ട് കറക്റ്റ് ബാലൻസ് ചെയ്തു കേട്ടോ. അപ്പം നമുക്കത് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് തൈര് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്ട്രാ തക്കാളി ചേർത്താലും മതി. അപ്പോൾ തൈരും കൂടി ചേർക്കുമ്പോഴാണ് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. നമ്മുടെ തൈര് മൊത്തത്തിൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണെങ്കിലും കടയിൽ നിന്ന് മേടിച്ചതാണെങ്കിലും അത് മൊത്തത്തിൽ ചേർക്കാതെ കുറച്ച് ക്രീം പോലെ നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കറിയിലേക്ക് ഒഴിച്ചാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു പനീർ മസാല റെഡിയാണ്. വെറൈറ്റി ആയിട്ടുള്ളൊരു പനീർ മസാലയാണ്. അവസാനമായിട്ട് നമ്മൾ മല്ലിയിലയും കൂടി ഇട്ടെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടും നല്ലൊരു മണമാണ് കേട്ടോ. നമ്മൾ ഇതുപോലെ നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത് അതിനൊരു അടിപൊളി വെറൈറ്റിയാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാറ്റിനും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ കാണാൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.